അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ വേട്ടയാടാതിരിക്കാൻ വലിയ ഇടപെടലുകൾ കോൺഗ്രസ് നടത്തുന്നതിനിടയിലാണ് ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള തരൂരിൻ്റെ ലേഖനം. BJP ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്തോ അതാണ് യഥാർത്ഥത്തിൽ തരൂർ ലേഖനമായി എഴുതിയത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി പലതവണ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ ശശി തരൂരിനെ മറ്റാർക്കും നൽകാത്ത ആനുകൂല്യം നൽകിയാണ് കോൺഗ്രസ് പാർട്ടിയിൽ പിടിച്ചു നിർത്തിയത്. എന്നാൽ എല്ലാ പരിധികളും ലംഘിക്കുന്ന നീക്കമാണ് തരൂർ ഇപ്പോൾ നടത്തിയത് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. തരൂരിന്റെ ഇത്തരം നടപടികളോട് പൊതുമധ്യത്തിൽ പ്രതികരിക്കേണ്ട എന്നാണ് കോൺഗ്രസ് ദേശീയ നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം. വിദേശത്തുള്ള ശശി തരൂർ ഈ മാസം 17-ന് ഡൽഹിയിൽ മടങ്ങിയെത്തും. അതിനുശേഷം തരൂരിനെ നേരിട്ട് വിളിച്ച് വിശദീകരണം ചോദിക്കാൻ പാർട്ടി ഹൈക്കമാൻഡ് തയ്യാറായേക്കും എന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തരൂരിന്റെ BJP സ്തുതിയും BJPക്കായുള്ള ഇടപെടലുകളും പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് കേരള നേതാക്കളും ഭയക്കുന്നു. തരൂരിന്റെ കാര്യത്തിൽ വൈകാതെ തീരുമാനം ഉണ്ടാവണമെന്ന് കേരള നേതാക്കൾ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്നും വിവരമുണ്ട്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.